പ്രിയപ്പെട്ട കാസർകോട്ടെ സഹൃദയരെ, KL14 റഫി അനുസ്മരണ പരിപാടിയാണ്. റഫിയുടെ 45ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് കാസർകോട്ടെ റഫി സ്നേഹികളെയും പ്രേമികളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുഖ്യാതിഥിയായിട്ട് വന്നിട്ട് നമ്മുടെ വേദിയിരിക്കുന്ന നഗരസഭാ ചെയർമാൻ അനീഫ് ഷാ, അതുപോലെയുള്ള ബാക്കി എല്ലാവരെയും, ചെയർമാൻ അബ്ബാസ്, വളരെ ദീർഘമായ പ്രസംഗത്തിന് സമയമില്ല, അതുകൊണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തതായി അറിയിക്കുന്നു. അടുത്തതായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാൻ വേണ്ടി സുബൈർ പുലിക്കുന്ന് അവരെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള നല്ലവരായ കാസർകോട്ടെ കലാസ്നേഹികളെ, KL14 സിംഗേഴ്സ് 45ാം ചരമവാർഷിക റഫിയുടെ കൊണ്ടാടുകയാണ് ഇവിടെ. 2 വാക്ക് KL14 സിംഗേഴ്സിനെ പറ്റി പറയാം. 6 കൊല്ലമായി ഞങ്ങൾ KL14 സിംഗേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞങ്ങൾ പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ലഹരിക്കെതിരെയും മറ്റ് എല്ലാ പരിപാടികൾക്കും കുറേ പരിപാടികൾ ഞങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ മുഹമ്മദ് റഫി സാഹിബിനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങളിവിടെ വെച്ചിട്ടുള്ളത്. എനിക്ക് അധികം പ്രസംഗിക്കാനൊന്നുമില്ല. അടുത്തത് അധ്യക്ഷ അനുമതിയോടുകൂടെ അടുത്തതായി മുഹമ്മദ് റഫി സാഹിബിൻ്റെ അനുസ്മരണം നടത്താൻ വേണ്ടി അദ്ദേഹത്തെ പറ്റി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായി അനുസ്മര പ്രഭാഷണത്തിനായി ഷാഫിയെ നെല്ലിക്കുന്ന്, ഈ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 2 വാക്കിൽ റഫിയെ അനുസ്മരിക്കാൻ പറ്റില്ല, എന്നാലും അതിന് ശ്രമിക്കുകയാണ്. കാരണം ഇവിടെ മുഹമ്മദ് അനീഫ്, അതുപോലെ നിഷാദ് തുടങ്ങിയവരുടെ ഗാനങ്ങൾ ആസ്വദിക്കാനാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. ഏതായാലും 2 വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്താം. ഒരു ചെറിയൊരു കഥയാണ്. ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അക്കാലത്ത് പ്രശസ്ത സിനിമാ താരവും ഗായകനുമായിരുന്ന K. സൈഗാളിൻ്റെ, അക്കാലത്തെന്നല്ല ഇന്നും KM സൈഗാളിൻ്റെ ഗാനങ്ങൾ കേൾക്കുന്നവരാണ് നമ്മളിലധികം. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് ഷോ ലാഹോറിൽ സംഘടിപ്പിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ സദസ്സ്, സൈഗാളിനെ കാണാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കാൻ വേണ്ടിയും ആർത്തിരമ്പുന്ന ജനമഹാസമുദ്രം. പരിപാടി തുടങ്ങാൻ സമയമായപ്പോൾ പെട്ടെന്ന് വൈദ്യുതി നിലച്ചു. കുന്ദൻലാൽ സൈഗാൾ എന്ന KM സൈഗാൾ സിനിമാ താരമെന്ന നിലയിൽ തിളങ്ങി നിൽക്കുകയാണ്. സംഘാടകർ അങ്കലാപ്പിലായി. സൈഗാളിനോട് ഹോട്ടലിൽ തന്നെ തങ്ങാൻ പറഞ്ഞു. കരണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ വിളിക്കാം. സമയം കുറേ കഴിഞ്ഞിട്ടും കരണ്ട് വന്നില്ല. സദസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. കൂക്കിവിളി തുടങ്ങി. സംഘാടകർ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ്. പരിപാടി തുടങ്ങാത്തതിൽ രോഷാകുലരായ ജനങ്ങൾ അക്രമാസക്തരായി ടെൻറ്റ് വരെ തകർക്കുമെന്ന അവസ്ഥയിലാണ്. സംഘാടകർ ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ സദസ്സിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു, എൻ്റെ സഹോദരന്, ചെറിയ സഹോദരന് ഒരു ഗാനം ആലപിക്കാൻ ഒരവസരം നൽകാമോ? സംഘാടകർ ആദ്യം ഒന്ന് ശങ്കിച്ചു നിന്നെങ്കിലും പിന്നെ കരുതി ആർത്തി വിളിക്കുന്ന ജനമഹാസമുദ്രത്തെ തൽക്കാലത്തേക്കെങ്കിലും അടക്കി നിർത്താൻ പറ്റിയാൽ അത്രയ്ക്കെങ്കിലും സമാധാനം കിട്ടുമല്ലോ, ശ്രമിച്ചു നോക്കാം. സദസ്സിൽ നിന്നും ഒരു 13കാരൻ സ്റ്റേജിലേക്ക് കടന്നു വന്നു. സ്റ്റേജിൽ മൈക്കില്ലെന്ന് ഓർക്കണം. മൈക്കില്ലാത്ത ആ കുട്ടി പാടാൻ തുടങ്ങി. ആ 13കാരൻ നിർത്താതെ പാടുകയാണ്. അവിടെ കൂടിയിരുന്നവർ ആ കുട്ടിയുടെ ആലാപനത്തിൽ ലയിച്ചു ചേർന്നു. അവർ KM സൈഗാളിനെ കേൾക്കാനാണ് എന്നതെന്നു മറന്നു. ജീവിതത്തിൽ ആദ്യമായി മൈക്കില്ലാതെ പാടിയ ആ കുട്ടി പിന്നീട് 40 വർഷക്കാലം മൈക്കിന് പിന്നിൽ നിന്നുകൊണ്ട് തൻ്റെ മാസ്മരികമായ ശബ്ദത്താൽ ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തെയാകെ കുരുത്തിരിപ്പിച്ച അതേ ഇന്ത്യ കണ്ട എക്കാലത്തെയും ഗായക വിസ്മയം മുഹമ്മദ് റഫി സാബ്. അന്ന് ആ കുട്ടിയായ മുഹമ്മദ് റഫി സ്റ്റേജിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് മൂത്ത സഹോദരനായ ഹമീദ് ഭായി ആയിരുന്നു. പിന്നീട് 40 വർഷക്കാലം ഹിന്ദി സിനിമാ സംഗീത ലോകം റഫിക്ക് പിന്നിലായി സഞ്ചരിച്ചു. പ്രണയവും റൊമാൻസും സന്തോഷവും വിരഹവും ദുഃഖവുമെല്ലാം ആ സ്വരമാധുരിയിലൂടെ ആസ്വാദക മനസ്സിലേക്ക് പടർന്നു കയറി. അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഷഹൻഷാഹെ തറന്നും എന്ന് വിളിച്ചു. ആ സ്വർഗീയനാഥം നിലച്ചിട്ട് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. ജൂലൈ 31 ഇന്നലെ ഇന്ത്യൻ ഗാനാസ്വാദകരെ മൊത്തത്തിൽ കണ്ണീരാഴ്ത്തിയ ദിവസമായിരുന്നു അത്. ദുഃഖത്തിലും സന്തോഷത്തിലും പ്രേമത്തിലും വിരഹത്തിലുമൊക്കെ കൂട്ടായി ഇന്നും നമുക്ക് ചുറ്റുമൊഴിയെത്തുന്നത് റഫി സാബിൻ്റെ ഗാനങ്ങൾ തന്നെയാണ്. മരിച്ച് 45 വർഷമായെങ്കിലും ഒരു ഗായകനെ ഓർക്കുകയെന്നത് ആ ഗായകൻ്റെ മഹത്വവും അദ്ദേഹം ആലപിച്ച ഗാനങ്ങളുടെ മികവും തന്നെയാണ്.
റഫി സാഹിബിൻ്റെ ചരമദിനത്തിൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങൾ നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ തന്നെ കോഴിക്കോട്, തലശ്ശേരി, കൊച്ചി എന്നിവിടങ്ങളിൽ എല്ലാ വർഷവും ആ മഹാനായ ഗായകൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഗാനാർച്ചന നടക്കാറുണ്ട്. റഫിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കാസർഗോഡ് അത് നടക്കുന്നില്ല എന്നത് ഖേദകരമാണ്. കഴിഞ്ഞ ദിവസം മുംബൈ നെരിമാ പോയിൻറ്റിൽ ട്രൈഡൻ ഹോട്ടലിൽ വെച്ച് നടന്ന റഫി അനുസ്മരണത്തിൻ്റെ വീഡിയോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആ വലിയ സദസ്സും അവിടെ പങ്കെടുത്ത ആൾക്കാരെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ മഹാനായ ഗായകനെ 45 വർഷങ്ങൾക്ക് ശേഷവും സംഗീതപ്രേമികൾ ഓർത്തു വെക്കുന്നത് എന്നത് മറ്റൊരാൾക്കും കിട്ടാത്ത അംഗീകാരമാണ്. കാസർഗോഡ് എനിക്ക് തോന്നുന്നത് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് വലിയ തോതിൽ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. 2005 കാസർഗോഡ് ടൗൺ ഹാളിൽ ഞങ്ങൾ തന്നെ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി നടന്നിരുന്നു. അന്ന് കാനേഷ് പൂനരായിരുന്നു അനുസ്മരണ പ്രഭാഷണം നടത്തിയത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായകൻ ഹനീഫ് മാംഗ്ലൂരിൻ്റെ ഗാനമേളയും അന്നുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ KEL-14 സിംഗേഴ്സ് എന്ന സംഘടന മുന്നോട്ട് വന്നതിൽ റഫിയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാനുള്ള വകയുണ്ട്. ജീവിതത്തിൽ എന്നും നന്മകൾ മാത്രം ചെയ്ത ആരുടെയും അനിഷ്ടത്തിന് പാത്രമാകാത്ത ആ മഹാനായ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുകണങ്ങൾ പൊഴിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ കാസർഗോഡ് മുനിസിപ്പൽ പ്രഥമ പൗരനായ അബ്ബാസ് ബീഗം സർ അവരുടെ ആദ്യമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനീയനായ KEL-14 അധ്യക്ഷൻ ജുബൈർ പുല്ലിക്കുന്ന്, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച കാസിം, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ റഫി സാഹിബിന് നല്ല രീതിയിൽ അനുസ്മരണം നടത്തിയ ഷാഫി എന്ന് നിൽക്കുന്നു, അതുപോലെ തന്നെ വേദിയിൽ കോഴ്സറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുണ്ട്. സബ് കൗൺസിലർ ഹനീഫ് ഉണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഇവിടെ ഗാനം ആസ്വദിക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, റാഫി സാഹിബിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഷാഫി ഇവിടെ പറയുകയുണ്ടായി. മരിച്ചിട്ട് 45 വർഷം കഴിഞ്ഞു, എന്നിട്ടും ആ ശബ്ദത്തിൻ്റെ മാധുര്യം നമ്മുടെ കാതുകളിൽ നിന്നും മനസ്സുകളിൽ നിന്നും മാറുന്നില്ല എന്നതാണ് സത്യം. ഇന്നും റാഫി സാഹിബിനെക്കുറിച്ച് ഇന്ത്യയുടെ എല്ലാ മേഖലയിലും എല്ലാ ഭാഗത്തും അനുസ്മരണ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ റാഫിയുടെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആസ്വദിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം മുതൽ മരണം വരെയും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഗാനങ്ങളാണ് റാഫി സാഹിബിൻ്റെ ഒരുപാട് ഗാനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഗാനം കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ റാഫി സാഹിബിൻ്റെയാണ് ഇവിടെ KEL-14 ചെയ്യുന്നത്. മുൻകാലങ്ങളിലൊക്കെ കാസർഗോഡ് ആസ്വദിക്കുന്ന ആളുകളായിരുന്നു കൂടുതൽ. പക്ഷേ KEL-14 പോലുള്ള ആളുകൾ ഇവിടെ ഒരുപാട് ഗായകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡിന് തന്നെ ഒരുപാട് നല്ല ഗായകരുണ്ടാക്കുവാൻ നമ്മുടെ KEL-14 സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് നല്ല കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നന്മ നൽകുന്ന ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ KEL-14 ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പാടിക്കൊണ്ടുണ്ടായിരുന്ന രാജേഷ് ഖന്നയുടെ സ്റ്റൈൽ പാടുന്ന അമിത് സാഹിബും ഇതുപോലത്തെ വേദികളിൽ പാടിക്കൊണ്ടിരുന്നതാണ്. നമുക്ക് അദ്ദേഹത്തെ ഇപ്പോൾ ഓർമ്മിക്കപ്പെടാൻ കാരണം ഇങ്ങനെയുള്ള സദസ്സുകളിൽ അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി ഇവിടെ പാടുന്നതും ആക്ഷൻ കാണിക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു, നമ്മുടെ കൺമുമ്പിൽ അത് കാണുന്നത് പോലെ. അപ്പോൾ ഈ പാട്ടിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു, ഗാനത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടാക്കാം. അങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ടാക്കുന്ന ഒരുപാട് ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ നല്ല നല്ല പാട്ടുകൾ പാടുവാനും അത് കേൾക്കുവാനും ഇവിടെ വന്നിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് KEL-14 ഇന്നത്തെ റാഫി സാഹിബിൻ്റെ മഹഫിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദയവായി ആദരിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ജലീൽ മുഹമ്മദ് സർ. അദ്ദേഹത്തെ
ആദരിക്കുന്നത് അബ്ബാസ് ബീഗം. നിശബ്ദമായി കാസർഗോഡിൻ്റെ സാമൂഹ്യ സേവന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജലീൽ മുഹമ്മദ് കക്കണ്ടം. കാസർഗോട്ടെ പ്രശസ്ത സംഘടനയായ ചന്ദ്രഗിരി ലയൺസ് ക്ലബ് ചാർട്ടർ പ്രസിഡന്റ്, കഴിഞ്ഞ കോവിഡ് കാലം മുതൽ ആരംഭിച്ച ക്ലബിൻ്റെ ആംബുലൻസ് കമ്മിറ്റി ചെയർമാൻ, ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും രോഗികളെയും കൊണ്ട് എറണാകുളത്തെ ആശുപത്രിയിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ആശുപത്രികളിലേക്കും തലശ്ശേരി RCCയിലേക്കും പരിയാരം മെഡിക്കൽ കോളേജിലേക്കും സ്വയം ആംബുലൻസ് ഓടിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യസ്നേഹിയായ വ്യക്തി ജലീൽ മുഹമ്മദ്. മംഗലാപുരം ആശുപത്രികളിലേക്കും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന നിർദ്ധരായ രോഗികൾക്കും ആശ്വാസത്തിൻ്റെ ചിരിയുമായി ആംബുലൻസുമായി മുന്നിലെത്തും. അനാഥരായ മൃതദേഹങ്ങൾ ഉണ്ടാവുമ്പോൾ കാസർഗോഡ് പോലീസ് ആദ്യം ബന്ധപ്പെടുന്നത് ചന്ദ്രഗിരി ലയൺസ് ക്ലബിനെയാണ്. ആ മൃതദേഹങ്ങളെല്ലാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നത് ജലീൽ മുഹമ്മദ് എന്ന നിസ്വാർത്ഥ ജനസേവകനാണ്. കോഴിക്കോട്, മാഹി, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അടങ്ങുന്ന ലയൺസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് 318ൻ്റെ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ മുൻനിർത്തി ഇക്കൊല്ലത്തെ ലയൺസ് ഇൻ്റർനാഷണൽ അവാർഡ് ജലീൽ മുഹമ്മദ് എന്ന ഈ സാമൂഹിക പ്രവർത്തകനാണ്. നിലവിൽ MSS കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ്, MES ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. മിസ്റ്റർ ജലീൽ മുഹമ്മദിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. CL ഹമീദ് സർ. CL ഹമീദ് ഗവൺമെൻറ് കോളേജ് മുൻ മലയാളം സമാജം ആൻഡ് യൂണിയൻ സെക്രട്ടറി, PTA പ്രസിഡന്റ് ആൻഡ് OSA പ്രസിഡന്റ് തുടങ്ങി നിരവധി സ്ഥാനമാനങ്ങൾ വഹിച്ച കാസർഗോഡിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം, ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം എന്ന് വിളിക്കാവുന്ന വ്യക്തി ഈ 73-ാം വയസ്സിലും ഊർജ്ജസ്വലതയോടെ എല്ലാ സദസ്സിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. കലാ, കായിക, സാംസ്കാരിക, കാരുണ്യ രംഗത്തെ ആ വ്യക്തിത്വത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ CL ഹമീദ് സർ. അടുത്തതായി നേപ്പാളിൽ വെച്ച് നടന്ന ഏഷ്യൻ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻ ഇന്ത്യൻ ടീമിൽ കളിച്ച കാസർഗോഡിൻ്റെ ചുണക്കുട്ടികളായ സഹോദരിമാർ റബീഹ ഫാത്തിമ കൂടാതെ ആയിഷത്ത് ഫാത്തിമ എന്നിവർക്കുള്ള ഉപഹാരമാണ്. ആദ്യമായി ആയിഷത്ത് മെഹറുന്നിസയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അത് നൽകുവാൻ വേണ്ടി കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലർ KM അനീഫ് സാറിനെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആയിഷത്ത് മെഹറുന്നിസ റാഷിദ് ആൻഡ് ആജിറ ദമ്പതികളുടെ മകൾ. പഠനം LKG മുതൽ 10ാം ക്ലാസ് വരെ ദഖീറത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും +1, +2 മുസ്ലിം ഹൈസ്കൂൾ തളങ്കരയിലും ഡിഗ്രി ഗോവിന്ദപ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് മഞ്ചേശ്വരത്തും പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. മതവിദ്യാഭ്യാസം 1ാം ക്ലാസ് മുതൽ +2 വരെ പള്ളം തൻവീറുൽ ഇസ്ലാം മദ്രസയിലാണ്. NSS ബെസ്റ്റ് വളണ്ടിയർ, ഭൂമി സംരക്ഷണ സേനാ സെക്രട്ടറി, നേച്ചർ ക്ലബ് മെമ്പർ, ക്യൂട്ട് ക്ലബ് സെക്രട്ടറി, റെയിൽവേ JPTS കൗണ്ട് സ്റ്റാഫ്, IRTCC ടൂർ പാക്കേജ് ഓപ്പറേറ്റർ, പോലീസ് വളണ്ടിയർ തുടങ്ങിയ മറ്റു സേവനങ്ങളുമൊക്കെയും അനുഷ്ഠിക്കുന്നു. അടുത്തതായി ആയിഷത്ത് ഫാത്തിമയ്ക്ക് ഉപഹാരം നൽകുവാൻ വേണ്ടി അസ്മാസ് അബ്ദുള്ള ആജി അവരുകളെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. 9th വരെ ദഖീറത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. മതവിജ്ഞാനം പള്ളം തൻവീറുൽ ഇസ്ലാം മദ്രസയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്, സബ് ജില്ലാ സ്പോർട്സ്,
ഖോഖോ ടീമിൻ്റെ കോർഡിനേറ്റർ HM ശ്യാമള മെഡലിൽ നിന്നും മാനേജർ MA ലത്തീഫ് നിന്നും ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 2025 ജൂലൈ 17 മുതൽ 21 വരെ നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടമണിഞ്ഞ ഇന്ത്യൻ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇരുവരെയും KL14 സിംഗേഴ്സ് അടുത്തതായി കാൺപൂർ IITയിൽ വെച്ച് നടന്ന ദേശീയ ടാലൻറ്റ് സെർച്ച് പരീക്ഷാ വിന്നർ, ഗ്ലോബൽ സ്റ്റോറി ടെല്ലിംഗ് മത്സരത്തിലെ ജേതാവ്, നാഷണൽ ലെവൽ പബ്ലിക് സ്റ്റോറി ടെല്ലിംഗ് ചാമ്പ്യൻ, സ്റ്റേറ്റ് ലെവൽ ക്വിസ് മത്സരത്തിൽ വിജയി, സ്റ്റേറ്റ് ലെവൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവ്, വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച് കാസർഗോഡിൻ്റെ യുവപ്രതിഭ കൊച്ചുമിടുക്കൻ മുഹമ്മദ് ബിൻ മൊയ്തീൻ. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഷാഫി നാലപ്പാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നിരവധി വേദികളിൽ എൻ്റെ കൂടെ കമൻറ്റേറ്ററായും പല വേദികളിലും കൈയടക്കിയ കൊച്ചു മിടുക്കൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. Respected Kasaragod Municipal Chairman Abbas Begum sir, organizing members of this amazing program, and each and everybody sitting here in the audience. This program was nothing less than spectacular. It's not just memorable, it's unforgettable. It's something we'll all keep us awake at night, something that we can remember throughout our life as an experience that we got in Kasaragod itself. This program is dedicated to Muhammad Rafi Saab and his 45th death anniversary. I couldn't say more about him because I do not know that much about classical music and all those sorts and old music, but the amount of valuable information that I gained today is something that I'll keep going with. You see, KL14 singers have been organizing such programs since I was little, and I used to come here. I used to attend, and this is the only source of live music that I actually enjoyed in my life. When I talk about KL14 singers, they are a team. They are not just single individuals. They are a team dedicated to charity and social works. Every single time they're not performing on stage, they're doing something good for the people. They are always awake at night doing something, always benefiting each and every one of us without us knowing. They are the source of cultural information here. They have developed many talents, and they are looking to do more going forward, as these legends here will not stop fighting till their last breath. The one sad thing in life is that more on we go on with technology and all sorts of current achievements and developments, we forget who we actually are, who we came from, our history, what created us, what happened before us. We lose that memory, that one special thing that made us us. But not here in this place, because KL14 singers will not let us do so. They have been spreading culture and reminding us of all the legends and every single thing that happened in India, in Kerala, even in Kasaragod. These legendary singers makes my heart warm, and that is something that current music cannot bring me. They bring me high vibe, but this is special. And to point out more social work, I cannot keep mentioning, as if I wanted to mention each and every single one they did, it will take like more than 2 hours, and I know you guys are eagerly waiting for the music that is yet to come. So I would go on with a few people, especially the president of the club, who is a very close family friend, Mr. Zubair sir, who has been behind this program, and each and every single one of his members. They are into social work, and they keep on doing what they do the best, help people. And that is why we get to enjoy such a great program. And on stage, we have so many distinguished guests that I cannot point out every single one. I even have my classmate's father, the municipal councillor,
of Kasaragod Municipality, KM Hanif sir. I am actually happy to see him. And we got our Kasaragod Municipal Chairman here, without whom the program wouldn't be complete with the name Kasaragod, the thing that happened in Kasaragod. So, also, and last and finally, someone working behind the stage, Naushad sir. I have been with him and he have taken me to many single programs which I couldn't have gone by myself. He invited me even though I'm just little and he could do everything himself. He gave me an opportunity early on, and that's something I'll never forget and will always be grateful of. All the distinguished guests here, all the organizing members, I'm so grateful you created such a program for us all to enjoy. I'm not delaying anymore. Let the program keep going. Thank you. मेरी कहानी भूलने वाले, मेरी कहानी भूलने वाले, तेरा जहां आबाद रहे। मेरी कहानी तेरी खुशी पर मैं मिट जाऊं, दुनिया मेरे बर्बाद रहे। मेरी कहानी। और एक दो लाइन लास्ट टाइम भी गा चुका हूँ। ये दुनिया किसी की जागीर नहीं है। रिपीट। जीते जी दुनिया को जलाया, मर के आप जला। पूछो जाने वाले से, कोई तेरा साथ चला। ये दुनिया नहीं जागीर किसी की, ये दुनिया नहीं जागीर किसी की। राजा हो या रंक यहाँ तो सब है चौकीदार। कुछ तो आकर चले गए, कुछ जाने को तैयार। ये दुनिया नहीं जागीर किसी की। दर्द दिल दर्द जिगर दिल में जगाया आपने। दर्द दिल दर्द जिगर दिल में जगाया आपने। पहले तो मैं शायर था, आशिक बनाया आपने। दर्द दिल दे जिगर, दर्द दिल दर्द जिगर दिल में जगाया आपने। दर्द दिल दर्द जिगर दिल में जगाया आपने।
मदहोश नजरें कह रही है शायरी, आपकी मदहोश नजरें कह रही है शायरी। ये गजल मेरी नहीं, ये गजल है आपकी। मैंने तो बस वो लिखा जो कुछ लिखाया आपने। दर्द दिल दर्द जिगर दिल में जगाया आपने। दर्द दिल दर्द जिगर दिल में जगाया आपने। सब कहाँ सब खो गए जितने भी थी परछाइयाँ, टूट गए यारों की महफिल हो गई तन्हाइयाँ। सब कहाँ सब खो गए जितने भी थी परछाइयाँ, उठ गई यारों की महफिल हो गई तन्हाइयाँ। क्या किया शायद कोई पर्दा गिराया आपने। दर्द दिल दर्द जिगर दिल में जगाया आपने। दर्द दिल दर्द जिगर दिल में जगाया आपने। और थोड़ी देर में बस हम जुदा हो जाएंगे। और थोड़ी देर में बस हम जुदा हो जाएंगे। आपको ढूंढूंगा कैसे रास्ते खो जाएंगे। नाम तक भी तो नहीं अपना बताया आपने। दर्द दिल दर्द जिगर दिल में जगाया आपने। पहले तो मैं शायर था, आशिक बनाया आपने। दर्द दिल दर्द जिगर दिल में जगाया आपने। ला 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 la 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 നൂറ് വർഷം മുമ്പ് ജനിച്ച് 45 വർഷം മുമ്പ് നമ്മളിൽ നിന്നും അകന്ന ആ മുഹമ്മദ് റഫീ സാബിൻ്റെ ആ മാധുര്യമൂർന്ന ശബ്ദം നമുക്ക് മുമ്പിലേക്ക് ഒരിക്കൽ കൂടി പാടി പിന്നെയും മുഹമ്മദ് അനീഫ് സാബ് നമുക്ക് മുമ്പിലേക്ക് മറ്റൊരു റഫീ സാബിൻ്റെ ഒരു ഗാനം പാടുവാൻ വേണ്ടി ശ്രേയ മുരളി കാമത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് റഫീ സാബ് പാടിയ ആ മനോഹരമായ ഗാനം നമുക്ക് മുമ്പിലേക്ക് ശ്രേയ മുരളി കാമത്ത്
പാടുവാൻ തയ്യാറാവുകയാണ്. നഫൻഖാർ തുജ്സാ तेरे बाद आया मोहम्मद रफी तो बहुत याद आया मोहम्मद रफी तो बहुत याद आया न फनकार तुझसा तेरे बाद आया मोहम्मद रफी तू बहुत याद आया मोहम्मद रफी तू बहुत याद आया
വരവാ. റഫി സാബിൻ്റെ ആ ഗാനം ഇങ്ങനെ ഒരു മാധുര്യ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ പലരും ഒന്ന് നോക്കിപ്പോയി. കാരണം റഫി സാബിൻ്റെ ഗാനം ഇങ്ങനെ ഒരു കുയിൽനാദത്തിലൂടെ കേൾക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി അത് ആസ്വദിച്ചു. നല്ലൊരു കൈയടി. സിംഗേഴ്സിൽ നിന്നും പാട്ട് പാടാൻ തുടക്കം കുറിച്ച് തന്നെ കരോക്കെയിൽ പാടാർ പതിവില്ലായിരുന്നു. എങ്കിലും ഇപ്പോൾ ഒരു ചുവടുവെപ്പ് നടത്തുകയാണ്. ചിലപ്പോൾ ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില പോരായ്മകളൊക്കെ ഉണ്ടാകാം, അതൊക്കെ നിങ്ങൾ അല്ലേ കരീം സർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ശ്രമിക്കാം നമുക്ക്. नहीं सितारे तपके कहकशा से, बूंदे नहीं सितारे तपके कहकशा से, सदके उतर रहे तुम पर ये आसमां से, बूंदे नहीं सितारे तपके कहकशा से। रुत के कतरे दमक रहे, यारे रेशमी लटोने जुगनू चमक रहे, आंचल में जैसे बिजली तूने यहाँ वहाँ से, सदके उतर रहे तुम पर ये आसमां से, बूंदे नहीं सितारे तपके कहकशा से। देखे यूं कोई आलम भीगे से पैर हनका, पानी में है ये शोला या नूर है बदन का, अंगड़ाई ले अरमां जवा जवा से, सदके उतर रहे तुम पर ये आसमां से, बूंदे नहीं सितारे तपके कहकशा से। पहलू में आके मेरे क्या चीज लग रही हो, बाहों के आयरे में तस्वीर लग रहे हो, हैरान हूँ कि तुमको देखूं कहाँ कहाँ से, सदके उतर रहे
तब के कहकशा से सदके उतर रहे तुम पर ये आसमां से बूंदे नहीं सितारे तब के कहकशा से। बुला न पाओगे हाँ तुम मुझे यूं बुला न पाओगे जब कभी भी सुनोगे गीत मेरे संग संग तुम भी गुनगुनाओगे हाँ तुम मुझे यूं बुला न पाओगे। आज मौसम बड़ा बेईमान है, बड़ा बेईमान है आज मौसम, आज मौसम बड़ा बेईमान है, बड़ा बेईमान है आज मौसम। आने वाला कोई तूफान है, कोई तूफान है आज मौसम, हो आज मौसम बड़ा बेईमान है, बड़ा बेईमान है आज मौसम। क्या हुआ है हुआ कुछ नहीं है, क्या हुआ है हुआ कुछ नहीं है, बात क्या है पता कुछ नहीं है, मुझसे कोई खता हो गई तो इसमें मेरी खता कुछ नहीं है, खूबसूरत है दूरत जवान है आज मौसम, हो आज मौसम बड़ा बेईमान है, बड़ा बेईमान है आज मौसम। काली काली घटा डर रही है, काली काली घटा डर रही है, ठंडियाँ है हवा भर नहीं है, सबको क्या क्या गुमा हर कली हम पे शक कर रही है, फूलों का दिल भी कुछ
मर्जी पे अब बात ठहरी, जीने दे चाहे तू मार डाले, तेरे हाथों में अब मेरी जान है। आज मौसम, आज मौसम बड़ा बेईमान है, बड़ा बेईमान है। आज मौसम आने वाला कोई तूफान है, कोई तूफान है। आज मौसम हो, आज मौसम बड़ा बेईमान है, बड़ा बेईमान है। आज मौसम, आज मौसम, आज मौसम। താങ്ക് യു താങ്ക് യു താങ്ക് യു. KL14 സിംഗേഴ്സിന്റെ അകത്തളത്തിൽ പാടാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട അനീഫ് സാറും നിഷാദ് സാറും ഒക്കെ ഇങ്ങനെ പാടിയപ്പോൾ അടുത്തിടെ നമ്മുടെ KL14 സിംഗേഴ്സിന്റെ അകത്തളത്തിൽ വന്ന് പാട്ടുപാടി നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചേർന്ന അസ്മാസ് അഹമ്മദ് ആജി ചെർക്കളം അവരുടെ ഒരു പാട്ട് പാടാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ലോഫ് സർ, കുമാർ ഷാനുവിൻ്റെ പാട്ട് പാടാറുള്ള നമ്മുടെ ബഷീർ, മറ്റുള്ളവരൊക്കെയും പാട്ടുകൾ ആസ്വദിക്കാനായി നമുക്ക് മുമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പല ഗായകന്മാരും നമുക്ക് മുമ്പിൽ ഇവിടെ പാട്ടുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഹലോ ഹലോ छूने दो नाजुक होठों को, कुछ और नहीं है जाम है। छूने दो नाजुक होठों को, कुछ और नहीं है जाम है। कुदरत ने जो हमको बख्शा है वो सबसे हसीन इनाम है। छू लेने दो नाजुक होठों को। शर्मा के न यूं ही खो देना रंगीन जवानी की घड़ियां। शर्मा के न यूं ही खो देना रंगीन जवानी की घड़ियां। बेताब धड़कते सीनों का अरमान भरा पैगाम है। छू लेने दो नाजुक होठों को, कुछ और नहीं है जाम है। छू लेने दो नाजुक होठों को। अच्छों को बुरा साबित करना दुनिया की पुरानी आदत है। अच्छों को बुरा साबित करना दुनिया की पुरानी आदत है। इसमें को मुबारक चीज समझ माना के बहुत बदनाम है। छू लेने दो नाजुक होठों को, कुछ और नहीं है जाम है।
कुदरत ने जो हमको बख्शा है वो सबसे हसीन इनाम है। तू लेने दो नाजुक होठों को। थैंक यू। क्योंकि अपना असमस हाजी साहब मोहम्मद रफ़ी साहब का जो बहुत गाना तो पहचानता है उसका आज इस महफिल में, उसके लिए तो താലിയാ പ്ലീസ്. അടുത്തതായി നമുക്ക് മുമ്പിലേക്ക് മറ്റൊരു ഗാനവുമായി എത്തിച്ചേരുന്നു നമ്മുടെ കാസർഗോഡിൻ്റെ സ്വന്തം മുഹമ്മദ് റഫീ സാബ്, മുഹമ്മദ് ഹനീഫ് ഉപ്പലയെ ഈ വേദിയിലേക്ക് ശേഷം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ये चांद सा रोशन चेहरा, जुल्फों का रंग सुनहरा, ये झील से नीली आंखें, कोई राज है इनमें गहरा। तारीफ करो क्या उसकी जिसने तुम्हें बनाया। ये चांद सा रोशन चेहरा, जुल्फों का रंग सुनहरा, ये झील से नीली आंखें, कोई राज है इनमें गहरा। तारीफ करो क्या उसकी जिसने तुम्हें बनाया। एक चीज कयामत भी है, लोगों से सुना करते थे, तुम्हें देख के मैंने माना। वो ठीक कहाँ करते थे, वो ठीक कहाँ करते थे। चाल में तेरी जालिम कुछ ऐसे भला का जादू, सौ बार संभाला दिल को पर होके रहा बेकाबू। तारीफ करो क्या उसकी जिसने तुम्हें बनाया। ये चांद सा रोशन चेहरा, जुल्फों का रंग सुनहरा, ये झील से नीली आंखें, कोई राज है इनमें गहरा। तारीफ करो क्या उसकी जिसने तुम्हें बनाया। हर सुबह किरण की लाली है रंग तेरे गालों का, हर शाम की चादर काली साया है तेरे बालों का। हर सुबह किरण की लाली है रंग तेरे गालों का, हर शाम की चादर काली साया है तेरे बालों का, साया है तेरे बालों का। तू भलकाती एक नदियाँ, हर मौज तेरा अंगड़ाई, जो इन मौजों में डूबा उसने ही दुनिया पाई। तारीफ करो क्या उसकी जिसने तुम्हें बनाया। ये चांद सा रोशन चेहरा, जुल्फों का रंग सुनहरा, ये झील से नीली आंखें, कोई राज है इनमें गहरा। तारीफ करो क्या उसकी जिसने तुम्हें बनाया। जिसने तुम्हें बनाया। मैं खोज में हूँ मंजिल की और मंजिल पास है मेरे, मुकड़े से हटा दो आंचल, हो जाए दूर अंधेरे, हो जाए दूर अंधेरे। माना के जलवे तेरे कर देंगे मुझे दीवाना, जी भर के जरा मैं देखूं अंदाज तेरा मस्ताना। तारीफ करो क्या उसकी
रोशन चेहरा, जुल्फों का रंग सुनहरा, ये झील से नीली आंखें, कोई राज में गहरा। तारीफ करो क्या उसकी जिसने तुम्हें बनाया, 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 तारीफ करो क्या उसकी जिसने तुम्हें बनाया। माशाल्लाह आपकी बार मैंने पूछा चांद से कि देखा है कहीं मेरे यार सा हंसी, चांद ने कहा चांदनी की कसम नहीं नहीं नहीं। मैंने पूछा चांद से। माशाल्लाह लाजवाब। Thank you. उसके जाए बहार, बड़ी मस्तानी है मेरी महबूबा, मेरी जिंदगानी है मेरी महबूबा। आने से उसके आए बहार, जाने से उसके जाए बहार, बड़ी मस्तानी है मेरी महबूबा, मेरी जिंदगानी है मेरी महबूबा। जैसे बजते हूँ घुंघरू कहीं आके पर्वतों से, जैसे गिरता हो झरना कहीं पे। झरनों की मौज है वो, मौजों की रवानी है मेरी महबूबा, महबूबा मेरी जिंदगानी है मेरी महबूबा। बन संवर के निकले आए सावन का जब जब महीना, हर कोई ये समझे होगी वो कोई चंचल हसीना। पूछो तो कौन है वो, रुत ये सुहानी है मेरी महबूबा, मेरी
कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए। मेरे दोस्ती मेरा प्यार, मेरे दोस्ती मेरा प्यार। कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए। मेरे दोस्ती मेरा प्यार, मेरे दोस्ती मेरा प्यार। जीवन का यही दस्तूर, प्यार बिना अकेला मजबूर। दोस्ती को माने तो सब दुख दूर, दोस्ती को माने तो सब दुख दूर। कोई कहीं दूर न जाए मेरे संग आए के पग पग दीप जलाए। मेरे दोस्ती मेरा प्यार, मेरे दोस्ती मेरा प्यार। दोनों की है रूप हजार, पर मेरी संजो संसार। दोस्ती है भाई तो बहना है प्यार, दोस्ती है भाई तो बहना है प्यार। कोई मत नैन चुराए मेरे संग आए के पग पग दीप जलाए। मेरे दोस्ती मेरा प्यार, मेरे दोस्ती मेरा प्यार। प्यार का है प्यारी है ना, कहीं मेरा गंगेशा। दोस्ती को यारो नहीं कोई है दाम, दोस्ती को यारो नहीं कोई है दाम। कोई कहीं दूर न जाए मेरे संग आए के पग पग दीप जलाए। मेरे दोस्ती मेरा प्यार, मेरे दोस्ती मेरा प्यार। कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए। मेरे दोस्ती मेरा प्यार, मेरे दोस्ती मेरा प्यार, मेरे दोस्ती मेरा प्यार, मेरे दोस्ती मेरा प्यार। KL14 സിംഗേഴ്സിൻ്റെ ഒരു പ്രത്യേക താരം ആവാൻ പോകുന്ന ആൾ എന്ന് തന്നെ പറയാം. സി ടി വിയിലെ സെരിഗമ എന്ന് പറയുന്ന ആ പരിപാടിയിൽ കാസർഗോഡ് നടന്ന ഓഡിഷനിൽ നിന്നും സെലക്റ്റഡായ ഒരാൾ ഇബ്രാഹിം ചെമ്പിരിക്ക. രണ്ടുപേരാണ് കാസർഗോഡ് നിന്നും സെലക്ട് ആയിരുന്ന, ഒരു പോലീസുകാരനും ഇബ്രാഹിം ചെമ്പിരിക്കയും. അതിൽ നിന്നിപ്പോൾ നിലനിന്നത് കാസർഗോഡിലെ ഒരാൾ ഇബ്രാഹിം ചെമ്പിരിക്ക, KL14 സിംഗേഴ്സിൻ്റെ സ്വന്തം ഗായകൻ. ഇപ്പോൾ ഇവിടെ പാടാൻ പോകുന്നതും ഒരു പ്രത്യേകതയുള്ള പാട്ടാണ്.
മുഹമ്മദ് റഫി സാബ് പാടി തൻ്റെ കണ്ടമിടറി തൊണ്ടയിൽ നിന്നും ചോര വന്ന ഒരു പാട്ട്. ഏതാണ് സർ? യെസ്, ദുനിയാ കെ രഖ്വാലെ എന്ന വെരി ടഫ് എന്ന് തന്നെ പറയാം, ഏറ്റവും ടഫായ ആ ഗാനം. അതൊന്ന് ആലപിക്കാൻ ഇവിടെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം ആ ഗാനം ആലപിക്കാൻ നല്ല ടഫ് ഹൈ പിച്ചിലൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ നമുക്ക് ടി വിയിൽ ആ പ്രോഗ്രാമിൽ ഒക്കെ ഇബ്രാഹിമിനെ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. नागन बन गई रात सुहानी, पत्थर बन गए तारे, सब टूट चुके सहारे। वो जीवन अपना वापस ले, जीवन देने वाले दुनिया रखवाले। चांद को ढूंढे पागल सूरज, शाम को ढूंढे सवेरा। मैं भी ढूंढूं उस प्रीतम को, हो न सका जो मेरा। भगवान बनाओ तेरा, वो किस्मत फूटी आस न टूटी। पाप में पड़ गए चाले, दुनिया के रखवाले। महल उदास और गलियां सुनी, चुप चुप है दीवारें। दिल क्या उजड़ा दुनिया उजड़ी, रूठ गई है बहारें। हम जीवन कैसे गुजारे,
नाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले। ओ दुनिया के रखवाले, 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 വരെ വാ, ഈ കയ്യടി തന്നെ അത് മനസ്സിലാവുന്നു, കണ്ണിൽ നിന്നും ആശു ആകയാൽ. ശരിക്കും ഇബ്രാഹിം, താങ്ക്സ് ഫോർ എവറിത്തിങ്. ഇദ്ദേഹത്തിന് അടുത്ത ഓഡീഷനും സക്സസ്ഫുള്ളായി നമുക്ക് മുമ്പിലേക്ക് നല്ലൊരു പരിപാടിയുമായി ഇവിടെ KL-14 സിംഗിൻ്റെ അതായത് പഴയ കാലം തൊട്ടുള്ള ഒരു ഗായകനാണ്. നമുക്ക് റഫീ സാബിൻ്റെ ആ ടഫസ്റ്റ് പാട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഏതായാലും ഒരു കയ്യടി കൂടി ഇബ്രാഹിമിന് വേണ്ടി. ഓക്കെ, അടുത്തതായി നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചേരുന്നത് KL-14 സിംഗേഴ്സിൻ്റെ കപ്പിത്താൻ പ്രസിഡന്റ് സുബൈർ പുലിക്കുന്ന് റഫീ സാബിൻ്റെ മറ്റൊരു മനോഹര ഗാനവുമായി നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചേരുന്നു. ദിൽ കാ സുനാസ എന്ന മനോഹര ഗാനവുമായി എത്തിച്ചേരുന്നു സുബൈർ പുലിക്കുന്ന്. दिल का सोना सा तराना ढूंढेगा, दिल का सोना सा तराना ढूंढेगा, तेरी निगाहें ना निशाना ढूंढेगा, मुझको मेरे पास ज़माना ढूंढेगा, दिल का सोना सा तराना ढूंढेगा, तेरी निगाहें ना निशाना ढूंढेगा, अरे मुझको मेरे पास ज़माना ढूंढेगा, दिल का सोना सा तराना ढूंढेगा। लोग मेरे ख्वाबों को चुरा के डालेंगे अफसानों में, मेरे दिल की आगे बढ़ेंगी दुनिया के परवाहों में, वक्त मेरे गीतों का खजाना ढूंढेगा, दिल का सोना सा तराना ढूंढेगा, तेरी निगाहें ना निशाना ढूंढेगा। साथी मुझको याद करेंगे भीगी भीगी शामों में, लेकिन मासूम सा दिल भी है इन सारे अंगामों में, चुप चुप के रोने का बहाना ढूंढेगा, दिल का सोना सा तराना ढूंढेगा, तेरी निगाहें ना निशाना ढूंढेगा। आस
एक सूरज साथ रहेंगे जब सांसों की राहों में गम के अंधेरे छट जाएंगे मंजिलों की बाहों में प्यार का धड़कन दिल का ठिकाना ढूंढेगा दिल का सुना सा तराना ढूंढेगा तेरी निगाहें ना निशाना ढूंढेगा अरे मुझको मेरे पास जमाना ढूंढेगा दिल का सुना सा तराना ढूंढेगा. ഒരു നല്ലൊരു കയ്യടി നമ്മുടെ പ്രസിഡന്റിന് ഈ പ്രായത്തിലും ഇന്നും ഒരു കുറവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. മാഷാ അല്ലാ. അല്ല ജവാബ് കുറേ പ്രായമൊന്നുമായിട്ടാവോ? മാഷാ അല്ലാ. ഏതായാലും അടുത്ത ഒരു ഗാനവുമായി എത്തിച്ചേരുന്നത് വളരെ ദൂരെ നിന്നും നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ ഖാസിം എറണാകുളത്ത് നിന്നും ഈ പരിപാടിക്ക് മാത്രമായി പ്യാർ കാ തോഹഫ ലേക്കർ അപ്നെ ലിയേ ആയ ഹൈ എറണാകുളം സേ. മാഷാ അല്ലാ. ये आसमान ये बादल ये रास्ते हवा ये आसमान ये बादल ये रास्ते हवा हर एक चीज है अपनी जगह ठिकाने से नहीं ज़माने से ये जिंदगी सफ़र तो सफ़र की मंजिल है जहाँ भी जाऊँ ये लगता है तेरी महफिल है तू इस तरह से मेरी जिंदगी में शामिल है. तेरे बगैर जहाँ में कोई तमीज़ तेरे बगैर जहाँ में कोई तमीज़ भटक रही थी जवानी अंधेरी राहों में सुकून दिल
जहाँ भी जाऊँ ये लगता है तेरी महफिल है। तू इतना से मेरी जिंदगी में शामिल है। तेरे जमाल से रोशन है कयानात मेरी। तेरे जमाल से रोशन है कयानात मेरी। मेरी तलाश तेरी दिल कैसी रहे खुदा करे कि ये दीवानगी रहे बागी। तेरी वफा ही मेरी हर खुशी का हासिल है। जहाँ भी जाऊँ ये लगता है तेरी महफिल है। तू इस तरह से मेरी जिंदगी में शामिल है। ओ ये जो चिलमन है दुश्मन है हमारे। चिलमन है दुश्मन है हमारे। कितनी शर्मीली हो कितनी शर्मीली दुल्हन है हमारे। ये जो चिलमन है डरनिया क्यों रहे डरनिया क्यों रहे ये यहाँ क्यों रहे हम यहाँ क्यों रहे। ये जो हाचल है शिकवा है हमारा क्यों छुपाता है चेहरा है तुम्हारा। चिलमन है कैसे दीदार आशिक तुम्हारा करे। कैसे दीदार आशिक तुम्हारा करे। रुख है रोशन का कैसे नजारा करे हो नजारा करे वो इशारा करे हम पुकारा करे।
ये जो गैसू है बादल है कसम से, कैसे बिखरे हैं मालों के सनम के। ओ ये जो चिलमन है रुख से पर्दा जरा जो ज़रकने लगा, रुख से पर्दा जरा जो ज़रकने लगा, उफ़े कम वक्त दिल क्यों धड़कने लगा, हम धड़कने लगा, हम भटकने लगा, दम भटकने लगा। ये जो धड़कन है दुश्मन है हमारी, कैसे दिल संभले उलझन है हमारी। ओ ये जो चिलमन है दुश्मन है हमारी। खिलौने वाला खेल खिलौने लेके आया रे, आया रे, आया रे। खिलौने वाला खेल खिलौने लेके आया रे, आया रे। ओ मेरे आंख के तारो कहाँ गए ओ मेरे प्यारो, ओ आया रे। खिलौने वाला खेल खिलौने लेके आया रे, आया रे, आया रे। खिलौने वाला खेल खिलौने लेके आया रे, आया रे। शोर क्यों मचाती है ये पल का दीवानी, शोर क्यों मचाती है ये पल का दीवानी। बरस घटाओं से लगो मन पानी, मेरी तरह तुम कभी रोए हो ओ सावन की नजारों। आया रे खिलौने वाला खेल खिलौने लेके आया रे, आया रे, आया रे। खिलौने वाला खेल खिलौने लेके आया रे, आया रे। भरी है गलियों से हर दाग की डाली, भरी है गलियों से हर बाग की डाली। मेरी तो जोड़ी में तो फूल की थाली, छीन लिए वो बैके तुम ओ बेईमान बहारों। आया रे खिलौने वाला खेल खिलौने लेके आया रे, आया रे, आया रे। खिलौने वाला खेल खिलौने लेके आया रे, आया रे।
देखो मैंने गुड्डे की शादी है रजाई, देखो मैंने गुड्डे की शादी है रजाई, मेरी प्यारी गुड़िया की बारात है आई। गोरी चरी बाबुल के घर से डोली ले आओ कहारो, आया रे खिलौने वाला खेल खिलौने लेके आया रे, आया रे, आया रे खिलौने वाला खेल खिलौने लेके आया रे, आया रे। आओ मेरे आँख के तारो, कहाँ गए हो मेरे प्यारो। യെസ്, അതിമനോഹരമായ ആ ഗാനമാണ് പർദ ഹേ പർദ. അടിച്ച് പൊളിക്കാൻ തയ്യാറായി നിന്നോളൂ. അത് ഇവരുടെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഗാനമാണ് ഈ പർദ ഹേ പർദ. नजर वो जो दुश्मन से भी मेहरबान हो, नजर वो जो दुश्मन से भी मेहरबान हो, बुरा हो वो एक प्यार की दास्तां हो। किसी ने कहा है मेरे दोस्तों, किसी ने कहा है मेरे दोस्तों, बुरा मत सुनो बुरा मत देखो, बुरा मत कहो, बुरा मत सुनो बुरा मत देखो, बुरा मत सुनो। थैंक यू। टाइम की तखाली पर्दा है पर्दा, सब साथ देंगे। आइए जोरदार तालियां। Come on, come on, everybody. शबाब में जरा शराब फेंकूंगा, किसी हंसी की तरफ ये गुलाब फेंकूंगा। पर्दा है 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 पर्दा पर्दा है पर्दा। कम ऑन पर्दे के पीछे पर्दा नशी है, पर्दा नशी को बे पर्दा ना कर दे तो पर्दा, पर्दा नशी को बे पर्दा ना कर दे तो अकबर मेरा नाम नहीं है। पर्दा है पर्दा पर्दा है पर्दा है
पर्दे के पीछे पर्दा नशी है। पर्दा नशी को बेपर्दा न कर दूं तो अकबर मेरा नाम नहीं है। पर्दा है पर्दा, पर्दा है पर्दा। मैं देखता हूँ जिधर लोग भी उधर देखे, कहाँ ठहरती है जाकर मेरी नजर देखे। मेरे ख्वाबों की शहजादी मैं हूँ अकबर इलाहाबादी। मैं शायर हूँ हसीनों का, मैं आशिक मैं है जबीनों का। तेरा दामन तेरा दामन तेरा दामन 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 तेरा दामन न छोड़ूंगा मैं हर चिलमन 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 मैं हर चिलमन को तोड़ूंगा। ना डर जालिम जमाने से अदा से बहाने से। जरा अपनी सूरत सिखा दे, समा खूबसूरत बना दे, नहीं तो तेरा नाम लेके तुझे कोई इल्जाम दे के तुझको इस महफिल में रुसवा ना कर दूं। रुसवा तुझको इस महफिल में रुसवा ना कर दूं। हाँ, पर्दा नशी को बेपर्दा ना कर दूं तो अकबर मेरा नाम नहीं है। पर्दा है पर्दा, पर्दा है पर्दा, पर्दे के पीछे पर्दा नशी है। पर्दा नशी को बेपर्दा न कर दूं तो अकबर मेरा नाम नहीं है। पर्दा है पर्दा, पर्दा है पर्दा। अरे हमारा खास मीर भाई किधर है? जरा तालियां तो बजाइए। खुदा का शुक्र है चेहरा नजर तो आया है। हया का रंग निगाहों पे फिर भी छाया है। किसी की जान जाती है, किसी को शर्म, किसी को जान आती है, किसी को शर्म आती है। कोई आंसू बहाता है तो कोई मुस्कुराता है। जरा कर इस तरह अक्सर मजा लेते हैं ये दिलबर। हाँ यही दस्तूर है इनका, इतना मशहूर है इनका, सितम मशहूर है इनका। खफाओं पे चेहरा छुपा ले मगर याद रखो सवाले जो है आग तेरी जवानी। तेरा प्यार है सर्द पानी, मैं तेरे गुस्से को ठंडा ना कर दूं। हाँ ठंडा ना कर दूं। हाँ पर्दा नशी को मैं पर्दा ना कर दूं तो अकबर मेरा नहीं है। पर्दा है पर्दा, पर्दा पर्दे के पीछे पर्दा नशी है। पर्दा नशी को बेपर्दा ना कर दूं तो अकबर मेरा नाम नहीं है। पर्दा है पर्दा, पर्दा है पर्दा, हाँ पर्दा है पर्दा।
थैंक यू रही बहार तो फूल खिलेंगे। कोई है? हाल आज KL14 ने बनाया प्रोग्राम, गेस्ट के तौर पर हमने बुलाया, शुक्रगुजार। और सबका बहुत प्रोग्राम होते रहेंगे, आते रहेंगे। खुदा हाफिज। थैंक यू मिस्टर मोहम्मद रफ़ी साहब, मोहम्मद अनीफ सर। मुझे इश्क है तुझे से मेरी जान जिंदगानी, तेरे पास मेरा दिल है, मेरे प्यार की निशानी। मुझे इश्क है तुझे से मेरी जान जिंदगानी, तेरे पास मेरा दिल है, मेरे प्यार की निशानी। मुझे इश्क है तुझे से मेरी जिंदगी में तू है, मेरे पास क्या कमी है, जिस गम नहीं फिजा सा बहार तो है दिए। मेरी जिंदगी में तू है, मेरे पास क्या कमी है, जिस गम नहीं फिजा सा बहार तो है दिए। मेरे हाल पर हुई तेरी काश मेहरबानी, तेरे पास मेरा दिल है, मेरे प्यार की निशानी। मुझे इश्क है तुझे से तेरे उसने दिखाए मुझे बेखुदी की राहें, यह हसीन लब नशीले, ये झुकी झुकी निगाहें। तेरे उसने दिखाए मुझे बेखुदी की राहें, यह हसीन लब नशीले, ये झुकी झुकी निगाहें। तेरे जुल्फ से उठी है ये कटाओं की जवानी, तेरे पास मेरा दिल है, मेरे प्यार की निशानी। मुझे इश्क है तुझे से मेरी जान जिंदगानी, तेरे पास मेरा दिल है, मेरे प्यार की निशानी। मुझे इश्क है तुझे से। പാട്ടുകാരനല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പാടി നോക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് പാടാനുള്ള എഴുത്തുകാരൻ്റെ ഒരു ശ്രമം. ഞാൻ ഗായകനല്ല എന്ന് എന്നോട് ആദ്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. മിസ്റ്റർ ഖലീൽ കോപ്പ നിരവധി രചനകൾ എഴുതിയിട്ടുണ്ട്, പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ പാടി നോക്കാനുള്ള ഒരു ശ്രമം. गलियों में रखेंगे कदम,
एक सपना था तुझको नहीं गया जो तेरा अपना था। हमको दुनिया में समझना सनम, आज के बाद तेरी गलियों में न रखेंगे कदम। आज के बाद तेरी गलियों में गिर के आएगी, गिर के आएगी गताए फिर से सावन की। तुम तो बाहों में रहोगी अपने साजन की। गिर के आएगी गताए फिर से सावन की। तुम तो बाहों में रहोगी अपने साजन की। गले हम को लगाएंगे सनम, आज के बाद तेरी गलियों में न रखेंगे कदम। आज के बाद तेरे मिलने को न आएंगे सनम। आज के बाद तेरी गलियों में അങ്ങനെ ഞാനൊരു ഗാനരചയിതാവ് മാത്രമല്ല ഗാന ഗന്ധർവനും ആവാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു ഇതാണ് നമ്മുടെ നല്ലൊരു കയ്യടി നമ്മുടെ കലീൽ ഖോഫക്ക് വേണ്ടി. അമീൻ ജനതയുടെ ഒരു ഗാനത്തോടു കൂടെ നമ്മുടെ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കാരണം मुझे दुनिया वालों शराबी न समझो, मैं पीता नहीं हूँ पिलाई गई है। जहाँ बेखुदी में कदम लड़खड़ाए वही राह मुझको दिखाई गई है। नशे में हुए मुझे ये खबर है कि जिंदगी में सभी पी रही है। किसी को मिले चलते प्याले, किसी को नजर से पिलाई गई है। मुझे दुनिया वालों शराबी न समझो, मैं पीता नहीं हूँ पिलाई गई है।
दुनिया वालों शराबी न समझो, मैं पीता नहीं पिलाई गई। जमानों के यारों चलन है निराले, यहाँ तन है उजले मगर दिल है काले। ये दुनिया है दुनिया, यहाँ मानो दिल से दिलों की खराबी छुपाई गई है। मुझे दुनिया मैं पीता नहीं हूँ पिलाई गई है। जहाँ बेखुदी में कदम लटखड़ाए वही राह मुझको दिखाई गई है। റഫി കെ യാദേനിലെ റഫി സോങ്ങുകൾ അവസാനിച്ചപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് പാടാൻ KL14 സിംഗേഴ്സിന്റെ പ്രിയപ്പെട്ട റാഷിദിനെ വിളിക്കുകയാണ്. അതിയോ നാദരത്തെ പാഹറസൂലേ, അവരുടെ ചേജികളിൽ എന്തൊരു ചേലേ, അറിവിൻ നിറക്കുടമേ സ്നേഹനിലാവേ, അഴകിൽ പൂത്തുലഞ്ഞ പൂർണ്ണനിലാവേ, നീകൾ താരങ്ങൾ മൊഴിയിൽ നേർക്കണങ്ങൾ പറഞ്ഞാൽ തീരുന്നില്ല എന്നും ചന്തങ്ങൾ. അകലെ മദീനയിൽ ദൂരങ്ങുന്നു, അവിടെ ഹൃദയം മാറി പറക്കുന്നു, കുറുകും പാപങ്ങളുടെ കൂടെയിരിക്കുന്നു, കൊയിലായി നബിയുടെ മധുര പുകയുന്നു, ഒളിവർ ബിലാലിന്റെ ത്യാഗമോർത്തു തേങ്ങി, ഒരു കാറ്റിലൂടെ മകളിൽ തോന്നി ബദറഹത്തിന്റെ മണൽപ്പടികളിൽ അവരെന്നും തേടി. അതിയോ നാദരത്തെ പാഹറസൂലേ, അവരുടെ ചേജികളിൽ എന്തൊരു ചേലേ, അറിവിൻ നിറകുടമേ സ്നേഹനിലാവേ, അഴകിൽ പൂത്തുലഞ്ഞ പൂർണ്ണനിലാവേ. हमारे प्यारे नबी मिलती है दरिया, उनकी चाहत में चमकती है दुनिया। हमारे प्यारे नबी मिलती है दरिया, उनकी चाहत में चमकती है दुनिया। बढ़ बढ़ के नबी पे सलाम
सफर चल मदीना आदियों आदरिते त्वाह रसूले